ഹലോ, നല്ല കുഞ്ഞുള്ളി ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല വലിയ ചെമ്മീനും കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റാണ്. അധികം മസാലയൊന്നുമില്ല. ആ ചെമ്മീൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും, ആ കുഞ്ഞുള്ളിയുടെ ടേസ്റ്റും കിട്ടും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു. അപ്പോൾ അതിന് ആദ്യമായിട്ട് നല്ല വലിയ ചെമ്മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടൈഗർ പ്രോൺസ് സൈസാണ്. അത് തൊലി പൊളിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ ഒരു മസാല ഞാൻ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമ്മൾ സാധാരണ മീനൊക്കെ വറക്കുന്ന ആ മസാല തന്നെ നമ്മൾ ആ ചെമ്മീനിൽ നന്നായിട്ട് യോജിപ്പിക്കുക, പുരട്ടി വെക്കണം. ഒരു നന്നായിട്ട് യോജിപ്പിച്ച് കൈകൊണ്ട് തന്നെ പുരട്ടി നമുക്കതിനെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ആ മസാലയൊക്കെ ചെമ്മീനിൽ ഞാൻ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട് അതിനകത്തൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ മാത്രം പോരാ, ഒരു 30 മിനിറ്റ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ചെമ്മീനകത്തോട്ട് ആ മസാലയെല്ലാം പിടിക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്, അധികം സ്പൈസി അല്ല. അപ്പോൾ അതിനെ പുരട്ടി തേച്ച് പിടിപ്പിച്ച് ഒരു 30 മിനിറ്റ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വലിയ ചെമ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ചെറിയ ചെമ്മീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെമ്മീൻ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ വളരെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, അതിനകത്ത് എല്ലാം പിടിച്ച് റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. പാനിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. ആ വെളിച്ചെണ്ണ കിടന്ന് കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ തന്നെ ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്ത് ഒരു സവാള നമുക്കിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഒത്തിരി ബ്രൗൺ ആവണ്ട, അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി അങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് അതിനെ വഴറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് പകുതി വാടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നല്ല കുഞ്ഞുള്ളി, മുഴുവനേ ഉള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ആ കുഞ്ഞുള്ളി ചെമ്മീൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും ഇട്ട് അതിനെ ഇതിൻ്റെ ഒപ്പം വഴറ്റിയെടുക്കണം. അതൊന്നും അധികം ബ്രൗൺ ഒന്നും ആവണ്ട, അതിൻ്റെ പച്ചച്ചവ ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും സവോളയും കടുകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ വലിയ ചെമ്മീൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതും ഇതെല്ലാം കൂടെ ചേർന്ന് വേണം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം കുടംപുളി, ആ കുടംപുളി ഞാൻ കുതിർത്ത് വെച്ച ആ വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് യോജിപ്പിക്കാം. ആഹാ, ആ വലിയ ടൈഗർ പ്രോൺസ് അതിനകത്ത് കിടന്നത് കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് നമ്മൾ മുളക് പൊടി കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ആ ചെമ്മീൻ്റെ കൂടെ. അത് നമ്മൾ കുറച്ച് പരത്തിയപ്പോൾ കുറച്ച് മുളകേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഒരു 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ചെമ്മീനെ കുക്ക് ചെയ്ത് എടുക്കാം. 3 മിനിറ്റ്സ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ റബ്ബറിഷായി പോകും. നല്ല ഹൈ ഹീറ്റിൽ തന്നെ വേണം നമുക്കതിനെ ഫ്രൈ ചെയ്ത് എടുക്കാനായി. ഒരു സൈഡായി വരുന്നുണ്ട്. അപ്പോൾ നല്ല കുടംപുള്ളിയുടെ വാസനയൊക്കെ ഉണ്ട്. എപ്പോഴും കുടംപുള്ളി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാലോ. വയറിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുടംപുള്ളി. നമ്മൾ ചെമ്മീനൊക്കെ സാധാരണ സീ ഫുഡിന് എല്ലാത്തിനും കുറച്ച് പുളി രസം നല്ലതാണ്. അതൊന്ന് ഫ്രൈ ആയി വരും. നമ്മൾ ചെമ്മീനിൽ മാത്രമല്ല ഉപ്പ് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആ ചെറിയ ഉള്ളിയിലും സവാളയിലും എല്ലാം ഉപ്പിൻ്റെ ടേസ്റ്റ് പിടിച്ചോളും. അത് നമുക്ക് ചെമ്മീനിന് മാത്രമല്ലേ ഉള്ളൂ ടേസ്റ്റ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് അധികം മസാലസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ ചെമ്മീൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. തനതായ ചെമ്മീൻ്റെ രുചി നമുക്ക് കിട്ടും. അധികം മസാലയൊന്നും ഇടാതെ. എന്നാൽ ആ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കടിച്ച് കഴിക്കുമ്പം ഇനി 2-3 ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ചെമ്മീനൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വരുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റ്സ് അതിനെ മൂടി വെച്ച് വേവിക്കാൻ പോവാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കി. കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടെ കുക്കാവാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യണമെന്നാണ്.
അത് നല്ല നമ്മൾ വെളുത്തുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഹോൾ ഗാർലിക്ക്, അതിൻ്റെ കൂടെ ഒരു സ്ലിറ്റ് ചെയ്ത 2 പച്ചമുളകും ഇതിനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാർലിക്കും പച്ചമുളകും ഒക്കെ കുക്കായിക്കോളും. അത് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്ത് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ആ ചെമ്മീനൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തൊന്നും ഇനി മാറ്റാം, ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി എന്താ താമസം? എല്ലാവരും ഒന്ന് ഓടിപ്പോയി ഉണ്ടാക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കാം.